ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്ററ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വി ലിവ് ഇൻ ദ ഏജ് ഓഫ് ക്യാൻസർ ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജി മീറ്റ്സ് ആഡം റൂദർഫോർഡ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ളത് സിദ്ധാർത്ഥ മുഖർജിയും അതേപോലെ തന്നെ ആഡം റൂദർഫോർഡും തമ്മിലുണ്ടായ ഒരു കോൺവെർസേഷൻ്റെ ഒരു ഔട്ട്ലൈൻ, അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആരാണ് ഈ ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കൻ ഫിസീഷ്യൻ ആണ്, അതേപോലത്തെ ബയോളജിസ്റ്റ് ആണ്, ഓഥറാണ്, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന് മെയിനായിട്ടുള്ള കുറച്ച് വർക്ക്സ്, ആ വർക്ക്സ് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിലും പഠിക്കാനായിട്ടുള്ള. അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ പത്മശ്രീ കിട്ടിയിട്ടുണ്ട് 2014. അങ്ങനെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആഡം റൂദർഫോർഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ നടത്തുന്ന കോൺവെർസേഷനിൽ മെയിനായിട്ടും സംസാരിക്കുന്ന ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജിയുടെ പേരുകൾ നമ്മൾ മാറരുത് കേട്ടോ. ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജിയുടെ വർക്ക്സിനെ കുറിച്ച് ഓരോ വർക്ക്സിലും പറയുന്ന മെയിനായിട്ടുള്ള കോണ്ടൻറ്റ്സ് എന്നൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ജസ്റ്റ് പ്രോപ്പറായിട്ട് ഞാൻ പേരുകൾ വെച്ച് തന്നെ പറയാം. ആ ഒരു വർക്കിൻ്റെ പേര്, അതിലെന്താണ് പറയുന്നത്, അത്ര തന്നെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷേ ആ വർക്കിൻ്റെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ഞാനത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഉള്ള എന്താ പറയുക, എളുപ്പമാകാൻ വേണ്ടിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പാർട്ടുകൾ ഇതിനകത്ത് കാണാം. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ലൈൻ ബൈ ലൈൻ പറയുന്നുണ്ട്, അതിൽ സ്ട്രെസ് ചെയ്യേണ്ട പോർഷൻസ് ആണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. Adam Rutherford eulogizes Siddhartha Mukherjee for his book The Emperor of All Maladies and introduces at length his other books as well. ഫസ്റ്റ് തന്നെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഡം റൂദർഫോർഡ് സിദ്ധാർത്ഥ മുഖർജിയുടെ ദ എംപറർ ഓഫ് ഓൾ മാലഡീസ് എന്ന് പറയുന്ന ബുക്കിനെ ഒന്ന് പ്രൈസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജിയുടെ ബുക്കാണ് ദ എംപറർ ഓഫ് ഓൾ മാലഡീസ്. അത് അവിടെ ഓൾറെഡി ഇറ്റാലിസൈസ് ചെയ്തിട്ടാണ് ആ വർക്ക്സ് ഒക്കെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ആ ഒരു ബുക്കിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇൻസ്പയർഡ് ബൈ എ പേഷ്യൻസ് ക്വസ്റ്റ്യൻ ഓൺ ഹെർ ഓൺ ജേർണി, ഹൗ ഡിഡ് ഐ ഗെറ്റ് ഹിയർ, where am I going, led Dr. Mukherjee to ponder on his own journey and produce the monumental work to fill the world, The Emperor of All Maladies, a short biography of cancer. അപ്പോൾ ആ ബുക്കിൻ്റെ ഫുൾ നെയിമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ആ ഒരു ബുക്കിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ മുഖർജിയുടെ ഒരു പേഷ്യൻറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു തവണ ചോദിക്കേണ്ടായി, ക്യാൻസർ പേഷ്യൻ്റാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു തവണ ചോദിക്കേണ്ടായി, ഹൗ ഡിഡ് ഐ ഗെറ്റ് ഹിയർ എന്ന് ചോദിച്ചു. അതായത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എവിടേക്കാണ് ഞാനിനി പോകുന്നത്, അതായത് ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് എനിക്കിനി ഒരു രക്ഷയുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നുള്ള കുറച്ച് സംശയങ്ങൾ എന്നുള്ള രീതിക്ക് കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഓൾറെഡി ആ ഒരു മേഖലയിൽ ആണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിനുള്ള ഒരു മറുപടി എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ബുക്ക് എഴുതാം എന്നൊരു ഐഡിയയിലേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത്. ഡോക്ടർ മുഖർജി ടോക്സ് അബൌട്ട് പോസ്റ്റ് ജെനോമിക് എറ where there is lack of understanding of the very complex and potentially disconfident birth of human genetics, and his book The Gene and Intimate History Bridges the Gap. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ഹ്യൂമൻ ബർത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ ജനറ്റിക്സ്, നമുക്കറിയാം ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിവില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹ്യൂമൻ ജനറ്റിക്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ദ ജീൻ ആൻഡ് ഇൻറ്റിമേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കാൻ, നമ്മുടെ രണ്ടാമത്തെ ബുക്കാണ്. ഫസ്റ്റ് ബുക്ക് എന്താണ്, ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്, ദ എംപറർ ഓഫ് ഓൾ മാലഡീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ബുക്കാണ് ദ ജീൻ ആൻഡ് ഇൻറ്റിമേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിലെന്താണ് പറയുന്നത്, ഹ്യൂമൻ ജനറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ തേർഡ് വൺ ആണ് പറയുന്നത്, ടച്ചിങ് അപ്പോൺ ഹിസ് ലേറ്റസ്റ്റ് ബുക്ക് ദ സോങ് ഓഫ് ദ സെൽ, ആൻ എലജി ഓൺ ദ ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് ലൈഫ് conversation moves to the exploration of the basic unit of life, the cell, and its role in various biological matters. പിന്നെ അദ്ദേഹം പിന്നീട് എഴുതിയ ബുക്കാണ് ദ സോങ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വാക്കിനകത്ത് എന്താ പറയുന്നത്, ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആയിട്ടുള്ള, ലൈഫിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ടുള്ള സെല്ലിനെ കുറിച്ച്, അതേപോലെ തന്നെ പലതരത്തിലുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ സെല്ലിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് ഒക്കെ സംസാരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ആ ഒരു വാക്ക് എഴുതിയിട്ടുള്ളത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ബുക്ക്.
Connecting the 3 books, Adam Rutherford notices that in all his 3 books, Dr. Mukherjee has written with the perspective of the scientist and science historian as well as a clinician. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആഡം റൂദർഫോർഡ് ആണല്ലോ ഈ ഒരു സിദ്ധാർത്ഥ മുഖർജിയുടെ ബുക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ മുഖർജിയുടെ ബുക്സിൻ്റെ ഈ 3 ബുക്കുകൾ നോക്കുമ്പോഴും അതിൽ നോക്കിയും അദ്ദേഹത്തിന് മനസ്സിലാവുന്നതും ഒരു സയൻറ്റിസ്റ്റിനെ പോലെയും അതേപോലെ തന്നെ ഒരു സയൻസ് ഹിസ്റ്റോറിയനെ പോലെയും അതേപോലെ തന്നെ ക്ലീഷ്യനെ പോലെയൊക്കെ തന്നെ പല പല കാഴ്ചപ്പാടുകളിലാണ് അദ്ദേഹം ആ 3 പുസ്തകത്തിലും സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഡോക്ടർ മുഖർജി മെൻഷൻസ്, ഈ ബുക്കുകളെല്ലാം ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജിയുടെ ആണ്, ഒരിക്കലും ആഡം റൂദർഫോർഡിൻ്റെ പേര് വെച്ച് മാറ്റി എഴുതരുത്. ഈ വാക്സ് ഫുള്ള് ഈ ഒരു സിദ്ധാർത്ഥ മുഖർജിയുടെ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഡോക്ടർ മുഖർജി മെൻഷൻസ് ദ ബൗണ്ടറി ഡ്രോൺ ബിറ്റ്വീൻ ഡിസീസ് ആൻഡ് ഡിസയർ. പിന്നെ ഇതിൽ ഓർത്ത് വയ്ക്കേണ്ട ഒരു ടേമാണ് ഡിസീസ് ആൻഡ് ഡിസയർ. ഡോക്ടർ മുഖർജി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഡിസീസും ഡിസയറും തമ്മിലുള്ള ഒരു ബൗണ്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് ദ ഐഡിയ ഓഫ് സഫറിങ്. ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസുഖമാണ്. ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് സഫറിങ് ആണ്. സഫറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുക, ബുദ്ധിമുട്ടുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സഫറിങ് ആണ്. അതേസമയം ഡിസയർ സെർവ്സ് ആസ് ആൻ ഓഗ്മെൻറ്റ്. ഡിസയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഗ്മെൻ്റ് ആണ്. ഓഗ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. എന്താണ് ഈ ആഗ്രഹം? അപ്പം നമുക്കിപ്പോൾ ചെറിയൊരു അല്ലെങ്കിൽ എന്താ പറയുക ഒരു സാധാരണ ഒരു കീപാഡ് ഫോൺ ഉണ്ട്, ഒരു മൊബൈൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു മൊബൈൽ നമ്മുടെ കയ്യിലുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും? പുതിയ ഒരു എന്താ പറയുക ടച്ച് സ്ക്രീനുള്ള അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഒരു മൊബൈൽ കൂടെ വേണമെന്നായിരിക്കും നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി നമ്മുടെ കയ്യിൽ ചെറിയൊരു കുഞ്ഞു ഫോൺ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഓൾറെഡി ഉള്ള സാധനത്തിന് ഒന്നുകൂടെ ഇൻക്രീസ് ആക്കാനുള്ള ആ ഒരു എന്താ പറയുക ത്വരേനെയാണ് നമ്മൾ എന്ത് പറയുക ഡിസയർ അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ ഓഗ്മെൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓൾറെഡി ഉള്ളതിൽ നിന്നും ഉള്ളതിലേക്ക് ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള നമ്മുടെ ആ ഒരു സംഭവം, അതിനാണ് ഡിസയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഡിസീസ് എന്ന് പറഞ്ഞാൽ സഫറിംഗ് ആണ്, ഡിസയർ എന്ന് പറഞ്ഞാൽ ഓഗ്മെൻ്റ് ആണ്. ഹിസ് ബുക്സ് ബ്ലർ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ 2 terms and lamented that despite its significant role in biological processes, the cell is often bizarrely overlooked in popular discourse and pictured as simple blobs. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ ഒരു സെൽ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, അത്രയും ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതിനെയൊക്കെയും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ആ ഒരു സാധനത്തിൽ പല പുസ്തകങ്ങളിലായിക്കോട്ടെ എന്താ പറയുക മൊത്തത്തിൽ ആളുകളുടെ ഇടയിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ബ്ലോബ്സ് ആയിട്ടാണ് അതിന് കൺസിഡർ ചെയ്യുന്നത്. ബ്ലോബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോളം, ഒരു റൗണ്ട്, ആ ഒരു ഷേപ്പിലുള്ള ഒരു സംഭവം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം വരച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സെല്ല് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. സെല്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഒരു കോശത്തിനെയും കൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ആസ്പെക്റ്റിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞ് തന്നെ വേണം നമ്മൾ സെല്ലിനെ പഠിക്കാനായിട്ട്. അക്നോളജിങ് ദ കീ. അപ്പം അദ്ദേഹം ഈ സെല്ലിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം എന്തായിരിക്കും? നമുക്ക് ഓൾറെഡി അറിയാം ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ഡിസീസാണ്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ആ ഒരു എന്താ പറയുക സെല്ലിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നത്. അക്നോളജിങ് ദ കീ ഡിസ്കവറീസ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ദ ഫീൽഡ് ഹി മെൻഷൻഡ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് എമിനന്റ് മെൻ ഇൻ മെഡിസിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീൽഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിസിൻ്റെ ഫീൽഡിലുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേരുടെ പേരുകളാണ് പറയണം. റോബർട്ട് ഹുക്ക്, ആന്റണി വാൻ ലൂവൻ ഹുക്ക് ആൻഡ് മാത്യാസ് ഷ്ലീഡൻ. ഇത്തരത്തിലുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള മെഡിസിൻ ഫീൽഡിലുള്ള ആളുകളെ കുറിച്ചൊക്കെയും സംസാരിക്കുന്നുണ്ട്. ഹിസ് ടോക്സ് അൺട്രാവൽഡ് ദ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓഫ് സെൽ ബയോളജി. അതേപോലെ തന്നെ സെൽ ബയോളജിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഓൺ മോഡേൺ മെഡിസിൻ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓൺ ദി ഫീൽഡ്. ആ ഒരു ഫീൽഡിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന അതിൻ്റെ ഇമ്പാക്റ്റും അതേപോലെ തന്നെ മോഡേൺ മെഡിസിനിലുള്ള സെൽ ബയോളജിയുടെ ഇമ്പാക്റ്റും ഒക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. Believing that cells are incredibly complex, he marveled at the wonders of cell and the amazing things that it can offer to life. അദ്ദേഹം പറയുന്ന ഒരു സെൽ എന്ന് പറഞ്ഞാൽ അത്രയും ഇൻക്രെഡിബിളി കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ എന്താ പറയുക കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്, ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും കൈകാര്യം ചെയ്യുകയാണെങ്കിലും ഒക്കെ എന്താണ് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ സാധിക്കും, ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഈ പറയുന്ന സെല്ല്. ഹി നോട്ടീസസ് ദാറ്റ് ദ ഐക്കോണിക് ഡബിൾ ഹെലിക്സ് ദ DNA is pictured as life. പിന്നെ അദ്ദേഹം എന്താ പറയുക ഡബിൾ ഹെലിക്സ് മോഡൽ പഠിച്ചിട്ടില്ലേ, DNA യുടെ ഇങ്ങനെ ഒരു സ്റ്റെയർ വൈൻഡിങ് സ്റ്റെയർ പോലെ ഇങ്ങനെ പോകുന്ന വളഞ്ഞ് കയറി പോകുന്ന ഒരു മോഡൽ DNA യുടെ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. DNA is lifeless breathed to life by a cell.
DNA എന്ന് പറയുന്നത് എന്താ പറയുക, ലൈഫ്ലെസ് ബ്രീത്ത് ടു ലൈഫ് ബൈ എ സെൽ. ഒരു സെല്ലും കൊണ്ട് ലൈഫിലേക്ക് എന്ത് പറയുന്ന ലൈഫ്ലെസ് ആയി കിടക്കുന്നതിന് ലൈഫ് കൊടുക്കുന്നത് തന്നെ എന്താണ്, സെല്ലാണ് എന്നാണ് പറയുന്നത്. കൺവേഴ്സസ് ഓൺ ദി 3 ഫണ്ടമെന്റൽ പീസസ് ഓഫ് ബയോളജി, യൂണിവേഴ്സിറ്റി ഓഫ് ജനറ്റിക് കോഡ്, ജനറ്റിക് തിയറി ആൻഡ് എവല്യൂഷൻ. അതേപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക ബയോളജിയുടെ 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഭാഗങ്ങളായിട്ടുള്ള യൂണിവേഴ്സാലിറ്റി ഓഫ് ജനറ്റിക് കോഡിനെ കുറിച്ചും ജനറ്റിക് തിയറിനെ കുറിച്ചും എവല്യൂഷനെ കുറിച്ചും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ലൈഫ് ബിഗിൻസ് വിത്ത് എ സെൽ ആക്റ്റീവ് സൈറ്റ്സ് ബസിങ് വിത്ത് ആക്ടിവിറ്റീസ്. ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഒരു സെല്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനുഷ്യരുടെ ആയിക്കോട്ടെ, സസ്യങ്ങളുടെ ആയിക്കോട്ടെ, ബാക്കി ജന്തുക്കളുടെ ആയിക്കോട്ടെ, എല്ലാം എന്താണ് ചെയ്യുന്നത്, സെല്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം സെല്ലിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ 3 ബുക്സിനെ കുറിച്ചും 3 ബുക്കിൽ എന്താണ് പറയണമെന്നുള്ളത്, പിന്നെ ഡിസീസ് ഡിസയർ എന്നുള്ള ടേംസിനെ കുറിച്ച്, പിന്നെ സെല്ലിൻ്റെ ഇമ്പോർട്ടൻസ്, സെൽ ബയോളജി, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന പോയിന്റ്സ് കേട്ടോ.